ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കംലാണേഴ്സ് യൂട്യൂബ് ചാനൽ. ഈ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഫസ്റ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ളതിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും പിന്നെ അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് അങ്ങനെയുള്ളതും പിന്നെ എക്സെപ്ഷണൽ കേസസും എക്സാമ്പിൾസും ഒക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്നുള്ള ആ ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ്. വാട്ട് ആർ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയറോ അല്ലെങ്കിൽ ഓക്സിജനോ ആയിട്ട് ഒരു മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുക എന്നുള്ളത്. സോ മെറ്റൽസ് കമ്പൈൻ വിത്ത് എയർ അല്ലെങ്കിൽ ഓക്സിജൻ ടു ഫോമിങ് വാട്ട് മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക അല്ലേ. മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യും. ഇവിടെ മെറ്റൽ ആയിട്ട് വരുന്നത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് കോപ്പറോ അലുമിനിയോ അങ്ങനെ എന്തെങ്കിലും എയറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അതായത് ഓക്സിജൻ. സോ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പറും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് CO ഫോം ചെയ്യും. ദെൻ യു ഹാവ് ടു ബാലൻസ് ഇറ്റ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി. Okay, firstly you have to write a metal that combine with oxygen forming metal oxide, then you have to balance it. Okay, so this is the way to represent when the reaction of metals with what air അല്ലെങ്കിൽ oxygen. Okay, ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റൽസ് ഷോസ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റീസ് ടുവാർഡ്സ് ഓക്സിജൻ. അതായത് പല മെറ്റൽസുകളും പല രീതിയിലാണ് ഓക്സിജനുമായിട്ട് റിയാക്റ്റീവായിട്ട് വരിക. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം വിച്ച് ആർ ആൽക്കലി മെറ്റൽസ് ആണ്. ഇവരൊക്കെ വിഗറസ്ലി റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ്, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ കെറസിൻ ഓയിലാണ് കെപ്റ്റ് ചെയ്ത് വെക്കുക എപ്പോഴും. കാരണം ഇത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളാണ് സോഡിയം, പൊട്ടാസ്യം ഒക്കെ. പിന്നെ മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, PB അതായത് ലെഡ് ഇതൊക്കെ കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ഓക്സൈഡ്. കാരണം ഫർദർ ഓക്സിഡേഷൻ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു തിൻ ലെയർ ഓഫ് ഓക്സൈഡ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ അയൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അയൺ ഡസ് നോട്ട് ബേൺ ഓൺ ഹീറ്റിംഗ്, ബട്ട് അയൺ ഫില്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ അയൺ പൗഡേഴ്സ് ഫോമിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ബേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ കോപ്പർ ഡസ് നോട്ട് ബേൺ ബട്ട് കോട്ടഡ് വിത്ത് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ആണ് അവിടെ വരുന്നത്. പിന്നെ AgAu അതായത് ഗോൾഡ്, സിൽവർ വിച്ച് ആർ ലെസ് റിയാക്റ്റീവ് ആണ്. കാരണം നമ്മളത് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. താഴെയാണ് ആ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ആർ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ ഗോൾഡ്, സിൽവർ ഒക്കെ. ഓക്കെ, അപ്പോൾ അവർ ഓക്സിജനോ അല്ലെങ്കിൽ അയറോ ആയിട്ടൊന്നും അത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എന്തല്ല എലമെന്റ്സ് അല്ല. ഓക്കെ, പിന്നെ വാട്ട് ഈസ് മെന്റ് ബൈ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്നുള്ളതാണ്. അപ്പം മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആസ് വെൽ ആസ് ബേസസ് ആണെന്നുണ്ടെങ്കിൽ ടു പ്രൊഡ്യൂസ് സാൾട്ട് ആൻഡ് വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഓക്സൈഡ് ആണ് വിച്ച് റിയാക്ട് വിത്ത് HCl കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേസ് എന്നുള്ളതിൻ്റെ രീതിയിൽ NaOH സോഡിയം ഹൈഡ്രോക്സൈഡും HCl എന്നുള്ളത് ഒരു ആസിഡ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് ഫോം ചെയ്യുന്നത് എന്താണ്? സാൾട്ടും അതേപോലെ തന്നെ വാട്ടർ as the ബൈ പ്രൊഡക്റ്റ് ആണ് അവിടെ ഫോം ചെയ്യുക. സോ ദിസ് ഈസ് മെന്റ് ബൈ ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ഓക്കെ, then here is the reaction of metals with water. So metals combine with water forming metal oxide ആണ്, plus hydrogen gas also produced. So here metal ആയിട്ട് വരുന്നത് sodium combine with water forming sodium hydroxide and hydrogen gas is liberated. ഇതേപോലെ തന്നെ ഒരു മെറ്റൽ വേറൊരു മെറ്റൽ എടുക്കുക, കാൽസ്യം ആയിരിക്കാം. അത് റിയാക്ട് ചെയ്യുന്ന വാട്ടർ ആയിട്ട് ഫോമിങ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് CaOH twice ആണ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഇതേപോലെ തന്നെ അയണും വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ പറയുന്നു. Fe3O4 ഫോം ചെയ്യുന്നു. Then hydrogen gas also liberated. So when metal react with എന്താണ്? Metal react with water forming metal oxide plus hydrogen ആണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് മെറ്റൽസ് ഡിഫറെൻറ്റ് രീതിയിലാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യാനും ഡിഫറെൻറ്റ് രീതിയിലാണ്. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ആണെങ്കിൽ വിച്ച് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ആണ്. അതേസമയം അലുമിനിയം, അയൺ, സിങ്ക് വിച്ച് ആർ റിയാക്റ്റീവ് വിത്ത് സ്റ്റീം ആണ്. മാഗ്നീഷ്യം റിയാക്റ്റീവ് വിത്ത് ഹോട്ട് വാട്ടർ ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ AgAu കോപ്പർ അതേപോലെ PB ലെഡ് ഇതൊന്നും വെള്ളമായിട്ട് വാട്ടറായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരല്ല. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ്സുകൾ അവരുടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള റിയാക്ടിവിറ്റീസ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം.
പിന്നെ റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ് ആണ്. അപ്പോൾ മെറ്റൽസ് പ്ലസ് ഡൈലൂട്ട് ആസിഡ് ഫോമിങ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ്. സോ ഒരു മെറ്റൽ എടുത്തു അയൺ ആൻഡ് ഒരു ആസിഡ് എടുത്തു HCl. സോ ഫോമിങ് ചെയ്യുന്നത് എന്താണ് FeCl2 അതേപോലെ തന്നെ ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് സൊല്യൂഷൻ ഓഫ് അതർ മെറ്റൽ സാൾട്ട്, അതായത് മറ്റു മെറ്റൽ സാൾട്ടിന്റെ സൊല്യൂഷനുമായിട്ട് ഒരു മെറ്റൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ Fe പ്ലസ് CuSO4 ഫോമിങ് FeSO4 പ്ലസ് Cu ആണ്. സോ ഇവിടെ എന്താണ് അയണും കോപ്പറും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അയൺ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, സോ അയൺ വിച്ച് ഡിസ്പ്ലേസസ് ദ കോപ്പർ, എന്നിട്ട് എന്താവും കോപ്പർ അവിടെ ഒറ്റിക്കും. സോ ദിസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് റിയാക്ടിവിറ്റി സീരീസ് ആണ്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് മെറ്റൽസ് വിച്ച് ആർ അറേഞ്ച് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അപ്പം അവരുടെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ആ ഒരു ഓർഡറിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസ്. സോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സുകൾ ടോപ്പ് ഓഫ് ദ റിയാക്ടിവിറ്റി സീരീസിലായിരിക്കും ഉണ്ടാവുക. താഴെ കാണിച്ചിരിക്കുന്ന ഗോൾഡ് സിൽവർ വിച്ച് ആർ ലെസ് റിയാക്റ്റീവ് എലമെന്റ്സ് ആണ്. അപ്പോൾ അത് റിയാക്ടിവിറ്റി സീരീസിന്റെ താഴെയായിരിക്കും ആ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ വേ ടു റെപ്രസെന്റ് ദ റിയാക്ടിവിറ്റി സീരീസ്. ഹിയർ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, lead, hydrogen, copper, mercury, silver and gold. So this is the way to represent the reactivity series. You have to mainly ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഏരിയ, അതായത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഏത് എലമെൻ്റ് ആണ് ഏതിനെ ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഇപ്പം അലുമിനിയം അയണും തന്നിട്ടുണ്ടെങ്കിൽ അലുമിനിയം വിച്ച് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ എന്താണ് അയൺ, സോ അലുമിനിയം ഡിസ്പ്ലേസസ് അയൺ ആണ്. അപ്പോൾ കാരണം അലുമിനിയം എന്താണ് അയണിന്റെ മുകളിലാണ് നിൽക്കുന്നത്, സോ അതാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്. അങ്ങനെ അത് ഏതാണ് റിയാക്റ്റീവ് എലമെന്റ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് ലെസ് റിയാക്റ്റീവ് എലമെന്റ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദ റിയാക്ടിവിറ്റി സീരീസ് കെയർഫുള്ളി. റിയാക്ടിവിറ്റി സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് എലമെന്റ് ഈസ് ഹൈലി റിയാക്റ്റീവ് അല്ലെങ്കിൽ വിച്ച് എലമെന്റ് ഡിസ്പ്ലേസസ് ദ അതർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ വേ ടു സ്റ്റഡി ദിസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്നുള്ളത്. സോ ഇങ്ങനെയാണ്. ഇനി ഇതേപോലെ തന്നെ മെറ്റൽസിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ നോൺ മെറ്റൽസിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് യു ക്യാൻ ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു.